ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ 4 ഡെയിലി ഇംഗ്ലീഷ് ഫ്രേസസ് ആണ്. മുന്നത്തെ നമ്മുടെ വീഡിയോ ഡേ 1, ഡേ 2, ഡേ 3 കഴിഞ്ഞിട്ടുണ്ട്. സോ അത് കാണാത്തവർ പോയി കാണണം. ഞാനതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, എൻ്റെ പേര് നീതു ഫ്രാൻസിസ് ഫ്രം ഇംഗ്ലീഷ് പഠിക്കാം. ഞാനിവിടെ ഇൻ്റർവ്യൂവിനും കമ്മ്യൂണിക്കേഷനും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളെപ്പോഴും പഠിക്കുമ്പം സെൻറ്റൻസസ് അല്ലെങ്കിൽ ഫ്രേസസ് ആയിട്ട് പഠിക്കുക. എന്നാലാണ് നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ആവുള്ളൂ. ഒരു ദിവസം ഒരു 5 വൊക്കാബുലറി ആർക്കും മൈൻഡിൽ ഓർത്തിരിക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് ബെറ്റർ യു ഷുഡ് ലേൺ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഫ്രേസസ്. നിങ്ങളിപ്പോൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ഒരു പുതിയ വൊക്കാബുലറി കണ്ടു, ടേക്ക് ദാറ്റ് ഫുൾ സെൻറ്റൻസ്, നോട്ട് ഡൗൺ ഇൻ വൺ ബുക്ക്, എന്നിട്ട് അത് പഠിക്കുക. എന്നിട്ട് അത് ജീവിതത്തിൽ എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ ആലോചിച്ച് അത് നിങ്ങൾ യൂസ് ചെയ്യുക. വൈ ദ ലോങ് ഫേസ്, ഇതാണ് ആദ്യത്തെ നമ്മുടെ ഫ്രേസ്. ഇതൊരു ഇൻഫോർമൽ വേ ഓഫ് ആസ്കിങ് സമ്മൺ. എന്തിനാണ് വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കണതാണ് വൈ ദ ലോങ് ഫേസ്. അപ്പം നമുക്കിതിൻ്റെ വേറെ കുറച്ച് ഫ്രേസസ് പഠിച്ചാലോ? ഈസ് സംതിങ് ബോദറിങ് യു, നിന്നെ എന്തെങ്കിലും വിഷമപ്പെടുത്തുന്നുണ്ടോ? വൈ സോ ഗ്ലൂമി? ഓർ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, എവറിത്തിങ് ഓക്കെ? യു ലുക്ക് വെറീഡ്, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്? വൈ ലുക്കിംഗ് ബ്ലൂ എന്ന് വെച്ചാൽ എന്താ വിഷമിച്ചിരിക്കണേ. ഇതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. എന്ന് വെച്ചാൽ phrases whose meaning are different from the literal meaning of the individual words. അതായത് എന്താ നീല നിറത്തിൽ ഇരിക്കണേന്നല്ല, എന്താ വിഷമിച്ചിരിക്കണേന്നാണ്. ഇത് കൂടുതൽ നേറ്റീവ് സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്യുക. അടുത്ത ഫ്രേസ് ആണ് വാട്ട്സ് ഓവർ ഇസ് ഓവർ, ജസ്റ്റ് മൂവ് ഓൺ. എന്ന് വെച്ചാൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി മുന്നോട്ട് നീങ്ങുക. ഇതിൻ്റെ വേറെ ഫ്രേസസ് ആണ് വാട്ട്സ് ഡൺ ഇസ് ഡൺ, ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഡോണ്ട് ഡ്വെൽ ഓൺ ഇറ്റ്, കീപ് മൂവിങ് ഫോർവേഡ്. അതായത് അതിൽ എന്നെ പിടിച്ചിരിക്കരുത്, മുന്നോട്ട് നീങ്ങാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ലീവ് ദ പാസ്റ്റ് ബിഹൈൻഡ് ആൻഡ് സ്റ്റെപ്പ് എഹെഡ്. ലാസ്റ്റ് വൺ ഇസ് യെസ്റ്റർഡേ ഈസ് ഗോൺ, ടുഡേ ഈസ് എ ന്യൂ സ്റ്റാർട്ട്. അമ്മമാര് പിള്ളേർ മുറി വൃത്തിയാക്കുക എങ്ങനെ പറയാം? ഈവൻ പിള്ളേർ തന്നെ വേണ്ട, ഇപ്പം നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ മുറി ഒന്ന് വൃത്തിയാക്കിയെന്ന് എങ്ങനെ പറയാം? ടൈഡി അപ്പ് യുവർ റൂം, ഓർ put your things back where they belong. അല്ലെങ്കിൽ let's make your room neat. അല്ലെങ്കിൽ time to organize your room. ഇന്ന് എന്താണ് ഭക്ഷണത്തിന്? ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? What are we having for lunch today? ഡിന്നറിനാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, What's on the menu for dinner today? ഒരു ചെറിയ സ്നാക്ക് കഴിച്ചാലോ? Do you feel like grabbing a light snack? അല്ലെങ്കിൽ want something small to munch on? നിങ്ങളൊരു കോഫി ഷോപ്പിൽ പോയി നിങ്ങളുടെ അടുത്ത് ഫ്രണ്ട് ചോദിക്കുകയാണ്, നീ ഏത് ടൈപ്പ് കോഫിയാണ് കുടിക്കാറുള്ളത്? അത് നമുക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട്സ് യുവർ യൂഷ്വൽ കോഫി ഓർഡർ? എന്ന് വെച്ചാൽ നീ ബ്ലാക്ക് കോഫി ആണോ, കാപ്പച്ചീനോ ആണോ, അതോ ഷുഗർ ഇല്ലാത്ത കോഫിയാണോ കുടിക്കാറുള്ളതെന്നാണ്. ഐ ബംപ്ഡ് ഇൻ ടു യുവർ ഫ്രണ്ട് അറ്റ് ദ മോൾ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ അപ്രതീക്ഷിതമായിട്ട് നിന്റെ ഫ്രണ്ടിനെ കണ്ടു മോളിൽ. ഓർ ഐ റാൻ ഇൻ ടു യുവർ ഫ്രണ്ട് അറ്റ് ദ മോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ കെയിം അക്രോസ് യുവർ ഫ്രണ്ട് അറ്റ് ദ മോൾ. ലാസ്റ്റ് വൺ ഇസ് ഐ ഹാപ്പൻ ടു മീറ്റ് യുവർ ഫ്രണ്ട് അറ്റ് ദ മോൾ. ഞാനിവിടെ ഇൻ്റർവ്യൂവിനും കമ്മ്യൂണിക്കേഷനും സ്പോക്കൺ ഇംഗ്ലീഷിനും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഐ ഹാവ് മോർ ദാൻ 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഡു കോമെൻറ്റ് എവ്രി വൺ.